ഹലോ ഗൈസ്, ഇന്നൊരു കസ്റ്റമറിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഒരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ നെക്ക് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ചിലർക്ക് അത് ഭയങ്കര ടഫായിരിക്കും, പക്ഷേ സിമ്പിളാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഫാബ്രിക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് കറക്റ്റ് മെഷർമെൻറ്റും എല്ലാം ശരിയായതിന് ശേഷം മാത്രം നമുക്ക് തുണിയിലേക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ പേപ്പർ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴുത്തിൻ്റെ വീതി കറക്റ്റ് എത്രയാണെന്ന് നമ്മൾ ടോപ്പിനൊക്കെ കഴുത്തിന് വീതി എടുക്കില്ലേ, ആ കറക്റ്റ് വീതിയാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 അപ്പോൾ 3ൻ്റെ അവിടെ വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് താഴേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം. കാരണം ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് പോകും. അപ്പോൾ ആ ഒരു തയ്യൽത്തുമ്പാണ് നമ്മൾ ഇവിടെ കറക്റ്റ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണത്. അപ്പോൾ ആ 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യാം. എപ്പോഴും നമ്മൾ സാധാരണ നെക്കല്ലാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്തിട്ട് അത് തുണിയിൽ വെച്ചിട്ട് മുറിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പിന്നീട് ആദ്യം തുണിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ തുണിയിൽ. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും പേപ്പറിൽ കട്ട് ചെയ്തിട്ടേ തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസോടെ നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ ആ മേളിലത്തെ 1/2 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് കറക്റ്റ് നമുക്ക് എത്രയാണോ കഴുത്ത് ലെങ്ത് വേണ്ടത് അതാദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെയാണ് നമ്മൾ ആ പീസ് വെക്കുന്നത്. വേറൊരു കട്ട് പീസ് വെക്കുന്നത് അവിടെയായിട്ടാണ്. അടുത്തത് ഇനി നമുക്ക് പട്ട വരുന്ന ഭാഗവും കൂടി അളക്കാം. പട്ടയുടെ താഴെ ഭാഗം, അതായത് അത് എവിടം വരെ വരും ആ ഒരു അളവാണ് ഞാൻ ഇപ്പോൾ അളന്നത്. അപ്പോൾ നെക്ക് ലെങ്ത്ത് 6.5 ആ പട്ട വരുന്നത് 9 വരെയാണ്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് നമ്മൾ വീതി വെട്ടിയില്ലേ 3, ആ ഒരു അവിടം വരെ ചരിച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതായത് താഴെ 9 അടയാളപ്പെടുത്തിയിരിക്കുന്ന അവിടം വരെ. ഇനി നമ്മൾ ഇതിൽ ഈ നെക്കിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന പട്ടയില്ലേ, ആ പട്ടയുടെ വീതി എത്രയെന്ന് നോക്കിയിട്ട് ആ വീതി ഈ പേപ്പറിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ ഒരു വര വരച്ചില്ലേ, ലൈൻ വരച്ചില്ലേ, ആ ലൈനിൻ്റെ അപ്പുറം ഇവിടെ ഒരു 1.5 ഇഞ്ച്, ഞാനിവിടെ എൻ്റെ പട്ടയുടെ അളവ് 1.5 ആയിരുന്നു. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ചാണ് ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. എന്നിട്ട് ആ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് നമുക്ക് ഒറ്റ ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്റർ ഭാഗം അളക്കുമ്പോൾ പട്ട 1.5 ആണല്ലോ, ആ 1.5യുടെ പകുതി 3/4 ഇഞ്ച്, ആ 3/4 ഇഞ്ചാണ് താഴെ വരച്ചു കൊടുക്കുന്നത്. 3/4 ഇഞ്ച് വീതി അതും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് വരച്ചിരിക്കുന്ന വരയിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. സെൻറ്റർ ഭാഗം മനസ്സിലാകാൻ വേണ്ടി അവിടെ ഒരു ചെറിയൊരു അടയാളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിവർത്തി വെക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു പട്ട വരുന്ന ഭാഗം. ഇനി
നമ്മൾ അകത്തുനിന്ന് മുറിച്ച് കളഞ്ഞ ആ പീസ് കളയരുത്, ആ പേപ്പർ. കാരണം ആ പേപ്പർ വെച്ചിട്ട് വേണം നമുക്ക് ലാസ്റ്റ് പട്ട വെച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു കട്ട് പീസ് നേരെ വെക്കുമല്ലോ, ആ പീസ് കറക്റ്റായിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പേപ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പേപ്പറിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ആ അരികത്തെ ആ ഒരു വീതിയും നീളമൊക്കെ കറക്റ്റായിരിക്കണം. ആ വീതി ഇച്ചിരി കൂടിപ്പോയാലും അതൊന്ന് കുറഞ്ഞു പോയാലും ആ കറക്റ്റ് നമുക്ക് ഈ വി ഷേപ്പ് കിട്ടില്ല, ആ പട്ടയുടെ വി ഷേപ്പ് കിട്ടില്ല, ഒരു ചെറിയൊരു ഏങ്കോണിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ പീസ് ഉപകാരപ്പെടും. അത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, പക്ഷെ ഞാൻ കട്ട് ചെയ്തില്ല. ഞാൻ ഏകദേശം എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ പേപ്പർ അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഏകദേശം മോഡൽ നമ്മളിപ്പോൾ പേപ്പറിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഏകദേശം വരുന്നത്. ആ നടുക്ക് വന്ന പീസാണ് വേറൊരു കട്ട് പീസ് വെക്കുന്ന ഭാഗമാണ് ആ കാണിക്കുന്നത്, പട്ടയും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി തുണി വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റായിട്ട് തുണിയൊക്കെ വെട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ തുണി വെട്ടുന്നതിന് മുന്നേ നമുക്കൊരു ക്യാൻവാസ് വെട്ടാനുണ്ട്. ക്യാൻവാസ് വെട്ടുന്നത് നെക്കിൻ്റെ പട്ടയുടെ താഴെയിലായിട്ട് ക്യാൻവാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാൻവാസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ചിരിക്കുന്ന ആ പേപ്പർ ക്യാൻവാസിൻ്റെ മേലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ആ പേപ്പറിന് കറക്റ്റായിട്ട് നമുക്ക് ക്യാൻവാസിൽ വെച്ച് വരക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി മുട്ടു സൂചിയിൽ നിന്ന് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്തൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ആ പേപ്പറിൻ്റെ അരികു ചേർത്ത് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ പേപ്പർ മാറ്റാം. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന മേളിലത്തെ ഭാഗത്തും കറക്റ്റ് ഒരു 1/2 ഇഞ്ച് താഴെയായിട്ട് ഒരു ലൈനും കൂടെ കൊടുക്കാം. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തെ തയ്യൽത്തുമ്പാണത്. അപ്പം അതുകൂടി വരച്ചതിന് ശേഷം നമുക്ക് ഈ ക്യാൻവാസ് വെട്ടിയെടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് വീതിയിൽ വരച്ചെടുക്കാം. നമ്മൾ
ലെങ്ത്ത് താഴേക്ക് ചരിച്ച് വരച്ച ആ വരയുടെ പുറത്തേക്കായിട്ടാണ് ഒരു 1/2 ഇഞ്ച് എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇൻഡു വരച്ചിരിക്കുന്നത് വേണ്ടാത്ത ഭാഗമാണ്. അത്രയും ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. കട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പിൻ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പേപ്പറൊന്ന് അങ്ങോട്ട് തെന്നി നിന്നാൽ ആ ഒരു ഷേപ്പ് മാറും. അപ്പോൾ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മുറിച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കുർത്തിയുടെ ഫ്രണ്ട് ഭാഗം, അതായത് കുർത്തിയുടെ ഫ്രണ്ടിലെ പീസിൽ കഴുത്തിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിത് ഒരു കോട്ടൺ ലൈനിങ്ങിൽ പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് തുണിയിലേക്ക്, അതായത് ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാദ്യം നമുക്കൊരു സാധാ കോട്ടൺ തുണിയിൽ അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് വൈറ്റ് കളറുള്ള കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് ഞാനിപ്പോൾ ക്യാൻവാസ് അയൺ ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അയൺ ചെയ്ത് പിടിപ്പിക്കണമെന്ന് കാണിച്ചു തരാം. ആ ഒരു മിനുസമുള്ള ഭാഗം വേണം തുണിയോട് ചേർന്ന് വെക്കേണ്ടത്, ഉൾഭാഗത്ത്. ഇനി കറക്റ്റായിട്ട് നമുക്ക് ആ തുണിയിലേക്ക് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കും. ഇനി നമുക്ക് അയൺ ചെയ്തെടുക്കാം.
ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തേക്കുന്നതാണ് നല്ലത്. ഭയങ്കര ചൂടായിട്ട് തേക്കരുത്, അത് ഉരുകിപ്പോകും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചൂട് ആക്കിയിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ക്യാൻവാസിൻ്റെ അരികത്ത് കുറച്ച് പീസ് എക്സ്ട്രാ ഇടണം. അത് ഉള്ളിലേക്ക് പോകേണ്ട പീസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്താണ് വെട്ടിയിരിക്കുന്നത്. മുകളിൽ വരുന്ന ഭാഗം കറക്റ്റ് ആ ഒരു ക്യാൻവാസിനോട് ചേർന്ന് തന്നെ മുറിച്ചെടുക്കാം. ഇനി നമ്മൾ സൈഡിലോട്ട് ഇച്ചിരി ബാലൻസ് തുണി പോലെ വെച്ചില്ലേ, അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അത് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗമാണ്. ഇതാണ് ഞാൻ ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന പട്ട. ഈ പട്ട കറക്റ്റ് 1.5 ഇഞ്ച് വീതിയിലാണ് ഇതെടുക്കുന്നത്. അപ്പോൾ പട്ട ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ആദ്യം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് സ്റ്റിച്ച് ചെയ്ത് അടിയിൽ ലൈനിങ്ങും പിടിപ്പിച്ചാണ് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനി ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതാണ്. ഇതാണ് ചുരിദാറിൻ്റെ ഫ്രണ്ടിലെ പീസ്. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് നമുക്കിനി ആ ക്യാൻവാസ് വെച്ചിരിക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചുരിദാറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം.
ആ സെൻറ്റർ മാർക്ക് ചെയ്ത ആ ഒരു വശത്ത് തന്നെ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ഒരു പിന്നൂത്തിയാണ് ഒരു മനസ്സിലാവാൻ വേണ്ടി കറക്റ്റ് എല്ലായിടത്തും കറക്റ്റായിട്ട് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് പിൻ ചെയ്തെടുക്കുക. അപ്പോൾ മേളിൽ നമുക്ക് കറക്റ്റായിട്ട് പിന്നൂത്തി. ഇനി നമുക്ക് താഴെ വരുമ്പോൾ കറക്റ്റ് ആ സെൻറ്ററിൽ വെച്ചിട്ട് വേണം നമ്മൾ പിൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഇപ്പോൾ നോക്കണേണ്. സെൻറ്റർ നോക്കിയിട്ട് സെൻറ്റർ എവിടെയാണോ അവിടെയായിട്ട് വേണം ആ ക്യാൻവാസിൻ്റെ ആ അടിഭാഗം വരാൻ. അപ്പോൾ കറക്റ്റ് സെൻറ്ററാക്കിയിട്ട് ഇപ്പോൾ അടയാളപ്പെടുത്തി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിൻ ചെയ്തതിന് ശേഷം ആദ്യം സെൻറ്ററിൽ കൂടെ താഴേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം വേണം സൈഡിൽ കൂടെ കറക്റ്റ് ക്യാൻവാസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം വെട്ടിയിട്ട് ഇത് മറിച്ചടിക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് നമ്മൾ പട്ട വെച്ചിട്ട് അടിക്കുന്നത്. പട്ടയും വെച്ച് ശേഷമാണ് നമ്മൾ ലാസ്റ്റാണ് ഒരു സെൻറ്ററിൽ കൂടി ഒരു പീസ് വരുന്നുണ്ടല്ലോ, ആ പീസ് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം എടുത്ത പേപ്പറിൻ്റെ ആ മെഷർമെൻറ്റിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.